തദ്ദേശ സ്ഥാപനങ്ങളിൽ മേയർ സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങിയ പലർക്കും കാലിടറി. ഇ.കെ. നായനാരുടെ മകൾ ഉഷ പ്രവീൺ, കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ്, എം.വി. രാഘവന്റെ മകൾ എം.വി. ഗിരിജ, സിപിഐഎം നേതാവ് ജയൻ ബാബു എന്നിവരെല്ലാം പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചു. കൊച്ചി കോർപ്പറേഷൻ രവിപുരം ഡിവിഷനിലാണ് പാർട്ടിയെ ഞെട്ടിച്ച് ഇ.കെ. നായനാരുടെ മകൾ ഉഷ പ്രവീൺ തോറ്റത്. കോൺഗ്രസിലെ ഡേവിഡ് പറമ്പിത്തറ 59 വോട്ടിനാണ് ഉഷയെ പരാജയപ്പെടുത്തിയത്. കൊച്ചിയിലെ കുന്നുംപുറം ഡിവിഷനിൽ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി സാധ്യതയുണ്ടായിരുന്ന AICC അംഗം ദീപ്തി മേരി വർഗീസും പരാജയപ്പെട്ടു. 500-ലധികം വോട്ടുകൾക്കാണ് ദീപ്തി പരാജയപ്പെട്ടത്. പ്രതിപക്ഷ നേതാവായിരുന്ന KJ ജേക്കബ്, DCC സെക്രട്ടറി ലിനോ ജേക്കബ് എന്നിവരും കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. കണ്ണൂർ കോർപ്പറേഷനിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻ മന്ത്രി എം.വി. രാഘവന്റെ മകൾ എം.വി. ഗിരിജയും തോറ്റു. കോൺഗ്രസ് നേതാവും മേയർ സ്ഥാനാർത്ഥിയുമായ സുമാ ബാലകൃഷ്ണനോടാണ് ഗിരിജയുടെ പരാജയം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDF മേയർ സ്ഥാനാർത്ഥി സി ജയൻ ബാബുവിന്റെ തോൽവി CPM-ന് കനത്ത ആഘാതമായി. പാങ്ങോട് ഡിവിഷനിൽ BJP സ്ഥാനാർത്ഥി S മധുസൂദനൻ നായരോട് 48 വോട്ടിനാണ് മുൻ മേയർ കൂടിയായ ജയൻ ബാബു തോറ്റത്. കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥിയായ മഹേശ്വരൻ നായരും തോറ്റു. പത്തനംതിട്ട നഗരസഭയിൽ DCC വൈസ് പ്രസിഡന്റ് M ഷംസുദ്ദീനും പരാജയമറിഞ്ഞു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ നിർമ്മല ജിമ്മി പൂഞ്ഞാർ ഡിവിഷനിൽ PC ജോർജിന്റെ സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. KSU നേതാവ് റിജിൽ മാക്കുറ്റി, തൃശൂർ മുൻ മേയർ IP പോൾ, സിനിമാ സംവിധായകൻ അലി അക്ബർ, നടി സോണിയ ജോസ്, നിർമ്മാതാവ് മമ്മി സെഞ്ചുറി എന്നിവരും തോറ്റ പ്രമുഖരിൽ പെടുന്നു. റിപ്പോർട്ടർ, കൊച്ചി.